എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിന്ന് വീണ്ടും എത്തിയുള്ളത് തങ്കയത്തിൽ അഗ്രോ ഫാമിലാണ്. പെരിന്തൽമണ്ണയിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് കാഴ്ച നിൽക്കുന്ന കുറച്ച് വെറൈറ്റീസ് മാവുന്തൈകളാട്ടോ. നല്ല അടിപൊളി കായ വന്നിട്ടുള്ള ഒരുപാട് മാവുന്തൈകൾ നമ്മൾ ഈ ഫാമിലുണ്ട്. മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഈ കാഴ്ച നിൽക്കുന്നതിൻ്റെയൊക്കെ ചെറിയ തൈകൾ നമ്മൾ ഒരുപാട് സെയിലിന് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കിന്ന് പരിചയപ്പെടാം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ബോസിനോട് ചോദിക്കാം. ഷൗക്കത്ത്, എന്താണ് ഈ കാഴ്ച നിൽക്കുന്ന മരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പ്ലാന്റ് നീ ഇപ്പോൾ കാണിച്ച നമ്മുടെ നാംഡോക്ക് മൈ ഗോൾഡ് എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റിന്റെ ഇതിൽ ഈ ഒരു ചെറിയ പ്ലാന്റിനകത്ത് എത്രയും മാങ്ങ കാഴ്ച നിൽക്കുന്നു നോക്കാം. ഇത് ഏകദേശം മൂപ്പെത്തിയിട്ടുണ്ട്. ഈ മാങ്ങകൾ മൂപ്പെത്തി വരികയാണ്. അപ്പോൾ പുതിയതായിട്ട് ഫ്ലവർ നോക്കാം. എല്ലാ കമ്പിലും ചെറിയൊരു പൊട്ടപ്പൂവൊന്നുമല്ല, എല്ലാ കമ്പിലും നിറയെ ഫ്ലവർ അടുത്തതും വരികയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ മാവ് കേരളത്തിന് അനുയോജ്യമായ നല്ലൊരു വെറൈറ്റിയാണ്. എല്ലാ ആളുകളും നാംഡോക്കുമായി ഗോൾഡ് വെക്കണം വീട്ടിൽ എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. അത് എവിടുന്നോ അവർ വാങ്ങിക്കോട്ടെ. നാംഡോക്കുമായി ഗോൾഡ് ആണെന്ന് അല്ലെങ്കിൽ ഇതുപോലുള്ള നല്ല ഒറിജിനൽ ആണെന്ന് അറിയപ്പെടുന്ന ഏത് ഷോപ്പിൽ നിന്നും അവർ വാങ്ങിച്ചോട്ടെ. കാരണം നല്ലൊരു വെറൈറ്റിയാണ്. എല്ലാ വീടുകളിലും വെക്കേണ്ട ഒരു ഇനമാണ്. കാരണം ഇത്രയും മൂത്ത മാങ്ങ നമുക്കറിയാലോ. ഇത്രയും മൂത്ത മാങ്ങ ഉണ്ടാകുമ്പോൾ അടുത്ത ഫ്ലവർ വരുന്നത് കാണുമ്പോൾ അത് തീർച്ചയായിട്ടും അതൊരു നല്ല വെറൈറ്റി തന്നെയാണല്ലോ. ഒരു ചെറിയ മാങ്ങ ഇപ്പം ഇതിൽ 6 മാങ്ങ 7 മാങ്ങ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഒരെണ്ണം അപ്പം ഞാൻ ഇവിടെ നിന്നാൾ പൊട്ടിച്ചു. അതിലും 3, ഇതിലും 3, അപ്പുറത്തൊരു ഒരെണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ 7 മാങ്ങ അപ്പം നമുക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഈ 7 മാങ്ങ ഇത്രയും ചെറിയൊരു മാവിലുണ്ടാവുമ്പോൾ അതേ മാവിനെയാണ് വീണ്ടും ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ലൊരു വെറൈറ്റി ആണെന്ന് നമുക്കത് തിരിച്ചറിയാം. പിന്നെ നമ്മുടെ ഒന്ന് പറയാനുള്ളത്, നമ്മുടെ അതിൻ്റെ കൂടെ നമുക്ക് ഉണ്ടായിരുന്ന മിയാസാക്കിയാണിത്. ഈ അതേ പ്ലാന്റ് തന്നെയാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ ഈ കാണിച്ചിരുന്ന അത് ഇതുണ്ടോ, ഇതിലൊക്കെ ഉണ്ടായിരുന്ന മാങ്ങകൾക്ക് ഞെട്ടി ഉണങ്ങിപ്പോയി. നമുക്ക് എത്രയോ നേരത്തെ നമുക്ക് പഴുത്ത് കിട്ടി. ഇതാണ് മിയാസാക്കിക്ക് നമ്മൾ അതിലും നന്നായിട്ടുള്ളൊരു നമുക്ക് ഇതിന് നല്ലൊരു വെറൈറ്റി ആണെന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ കാരണം. മിയാസാക്കി എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റിയ മിയാസാക്കി. കാരണം ഇതിൻ്റെ അപ്പുറം ഒരു മിയാസാക്കി ഇത്രയും കാലമായിട്ട് നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്തായാലും ആ ഫോട്ടോ ടാഗിൽ കാണിച്ച അതേ മാവിൻ തൈകൾ ഞങ്ങൾ ഇവിടുന്ന് വിൽക്കാൻ തയ്യാറാണ്. ഇഷ്ടം പോലെ നമ്മളടുത്ത് ഇപ്പോൾ ബഡ്ഡിങ് തൈകളും കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ കിങ് ഓഫ് ചക്കബത്താണ് നേരത്തെ നീ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല മാങ്ങ ഞാനിപ്പോൾ ഒരു 4 ദിവസം മുമ്പ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഴുത്തിട്ടുണ്ട്. നിന്റെ നിന്നെ വിളിച്ചതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു രസം കൂടെ ഉണ്ട്. അതൊന്ന് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ നിന്റെ പ്രേക്ഷകർക്ക് നീ ടേസ്റ്റ് ചെയ്ത് റിവ്യൂ കൊടുക്കുക. ഞാൻ പറയണ്ട. നമ്മളിവിടെ നമുക്ക് വീട്ടിൽ പോയിട്ട് അതൊന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ട് പഴുപ്പിക്കാൻ വേണ്ടി. 2 ദിവസം മുമ്പ്, ഒരു 4 ദിവസം മുമ്പ് അറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട് നമുക്ക് ചെയ്യാന്. ഒന്നത്തോടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിന്റെ കൂടെ നീ കാണിച്ചിരുന്നില്ല, ഒരു 6 മാങ്ങ മിയാസാക്കി നിന്നിരുന്ന മാവാണിത്. ഇതൊക്കെ എത്രയും സമയം നോമ്പ് 4-5 ഇതിലെ മാങ്ങ ഫുള്ള് പഴുത്ത് കഴിഞ്ഞതുണ്ടോ. ഞെട്ടിയിൽ പുതിയ തൂമ്പ് വന്ന്, മനസ്സിലായോ? അത്രയും ഞെട്ടി ഉണങ്ങിപ്പോയി. അതായത് ഒരു 1.5 മാസം മുമ്പ് അത് പഴുത്ത് കിട്ടി. അതേപോലെ അതിന്റെ കൂടെ അന്ന് അന്ന് കാണിച്ചിരുന്ന മാങ്ങകൾ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. സിന്ദൂരം ഇപ്പൊ ഒരെണ്ണം പഴുത്ത് കിട്ടിയും കിട്ടും. സിന്ദൂരം വാങ്ങി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പഴുത്തും. ഞാനിത് സത്യം പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഈ കടയിൽ നിന്നും വാങ്ങുമ്പോൾ അത്ര നമുക്ക് അതിന്റെ ഭംഗിയൊന്നും മനസ്സിലായിരുന്നില്ല. ഇപ്പൊ നമുക്കായിട്ട് ഉണ്ടാവുന്ന സമയത്ത് ഒറിജിനൽ കാണുമ്പോഴാണ് അതിന്റെ ഒരു കിട്ടുന്നത്. കടയിൽ വരുമ്പോൾ ഒന്നും ആ ഒരു ഭംഗിയൊന്നും കിട്ടുന്നില്ല. കാട്ടിമൂൺ മാങ്ങ കേട്ടോ. കാട്ടിമൂൺ മാങ്ങ നമ്മൾ ഇവിടുന്ന് തങ്കയത്തിൽ അഗ്രോ ഫാമിൽ അവിടെ ഫ്രണ്ടിൽ നമ്മൾ പോട്ടിൽ വെച്ചതും അതുപോലെ തന്നെ വലിയ കാഴ്ച നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള മരങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ചെറിയ തൈകളാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇതിൽ ഫ്ലവർ വന്നിട്ടുള്ള നല്ല പ്ലാന്റുകളുണ്ട്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഈ കാണിക്കുന്നതൊക്കെ. ഇതുണ്ടോ, ഇതിൽ ഫ്ലവർ വന്നിട്ടുണ്ട്, അവിടെ ഫ്ലവർ വന്നിട്ടുണ്ട്. ഇവിടെ ഇത് ഫ്ലവറാണ്. ഈ പുറത്തുനിന്ന് മാങ്ങ പിടിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിൽ മാങ്ങ പിടിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിൽ മാങ്ങ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കൂ, കണ്ണെത്താത്ത ദൂരത്ത് നമുക്ക് കിടക്കുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ അടുത്തുള്ളതൊക്കെ ഇതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ഈ ഒരു പ്ലാന്റ് ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി എത്രയോ സെക്ഷൻ കിടക്കും, ഒരുപാട് സെക്ഷൻ. 10,000-ലേറെ നമ്മളിത് സ്റ്റോക്ക് ഇപ്പൊ ഉണ്ട്. ഇനിയിപ്പോ ഒരു സ്ഥലം ഇല്ലാത്ത ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പോട്ടിൽ വെച്ചാൽ അവരുടെ ആഗ്രഹം സഫലീകരിക്കാൻ പറ്റും. കാരണം നീ കണ്ടില്ല, ഓരോ പോട്ടിൽ നിൽക്കുന്ന ഒരു ചെറിയത്, എനിക്ക് തോന്നുന്നു ഒരു 10-20 25 ഇഞ്ചിന്റെ ഒക്കെ ഒരു കവറിൽ സാധാരണക്കാരൻ കൊണ്ടുവച്ചാൽ ആൾക്ക് ഒരു 10-25 മാങ്ങ അടുത്ത പ്രാവശ്യം ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു തൈ കൊണ്ടുവച്ചാൽ കിട്ടും. അവരുടെ ആഗ്രഹത്തിന് അവർക്ക് മാങ്ങ കഴിക്കാൻ, സ്വന്തം വീട്ടിലുണ്ടായത് കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഞാനിപ്പോ എന്നോട് പറയാൻ കാരണം എന്താ വെച്ചാൽ, നീ എവിടുന്ന് വെച്ചാൽ അവർ വാങ്ങിക്കോട്ടെ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അതെ, കാരണം നമ്മൾ എവിടുന്ന് വാങ്ങിച്ചാലും കാറ്റിമൂണാണെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് വിശ്വാസമുള്ള അവർ വാങ്ങിച്ചോട്ടെ. കാറ്റിമൂൺ കാഴ്ച നിൽക്കുന്നുണ്ടല്ലോ അതിലൊക്കെ അല്ലേ? അതെ അതെ, കാഴ്ച നിൽക്കുന്നുണ്ട് പോലെ നിൽക്കുന്നുണ്ട്. അത് കാഴ്ചതും പൂത്തതും
നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആൾക്ക് തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട്. എത്ര രൂപക്ക് നമുക്ക് കൊടുക്കത്? അവർ നമുക്കൊരു ആവശ്യപ്പെടുന്ന 200 മുതൽ ഉണ്ടാവും. 200 രൂപ ഇട്ട് ആ. നമുക്ക് ഇവിടുന്ന് സെയിൽ ചെയ്യാം. അതെ. റംബുട്ടാൻ N18 വലിയ മരമാണ്, ഫ്ലവർ വന്നിട്ടുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. എല്ലാ കമ്പിലും നമുക്ക് ഏതെങ്കിലും കമ്പ് ഇങ്ങോട്ട് വന്ന് നോക്കാം. എല്ലാ കമ്പും പൂത്ത് ചുരുങ്ങിയത് ഇപ്പം ഇതിൽ നിന്ന് ഈ പ്രാവശ്യം ഒരു 5 കിലോ, അതായത് ഒരു കൊലയിൽ ഇപ്പോൾ എത്ര റംബുട്ടാൻ ഉണ്ടാവുന്ന ആളുകൾക്ക് അറിയാലോ. അതായത് ഇവിടെ 2 കായതൊക്കെ പിടിച്ച് കുറച്ച് നേരത്തെ ഉണ്ടായതാണ്, ഏകദേശം കായായി. അതുപോലെ മൊത്തം നമുക്ക് ഇതിൻ്റെ റൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 2.5-3 അടി വട്ടം ഉണ്ടാവില്ലേ? 3 അടി വട്ടം ഉണ്ടാവില്ലേ? അതായത് ഒരു ചെറിയ കിണറിൻ്റെ ഒരു ചെറുതല്ല, ഒരു കിണറിൻ്റെ വട്ടം ഉണ്ടാവില്ലേ? ഈ കമ്പ് മൊത്തത്തിൽ വട്ടത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ നല്ല ബുഷായ ചെടിയാണ്. ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 30 കവറിലാണ്. ഇനി 2-4 കൊല്ലം ഇതിനകത്ത് തന്നെ വെച്ചാൽ മതി, മാറ്റേണ്ട ആവശ്യം കൂടെ അല്ല. ഇങ്ങനെ കൊണ്ടുപോയി വെക്കാൻ പറ്റും. മുരട് നോക്ക്, കൊണ്ടു നോക്ക്, ചെടീൻ്റെ മൂപ്പ് അറിയാൻ പറ്റും. ഒരു 5 വർഷം പ്രായമുള്ള ചെടിയാണ് ഇത്. നമുക്ക് ഇപ്പം ഞങ്ങൾ കൊടുക്കുന്നത് ഒരു ഓഫർ 5000-ന് വിറ്റിരുന്നതാണ് 4500. 4500 നമ്മൾ ഓഫർ ആയിട്ട് കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഒരു ഓഫറിൽ ഇത്രയും വലിയ ചെടി, അതായത് മൊത്തം അത് എത്ര വട്ടുണ്ട് നീ ഒന്ന് വിലയിരുത്തിക്കോ. അത്യാവശ്യം വട്ടമുള്ളതിനാണ്, നല്ല ബുഷായിട്ടുള്ള, മേലക്കും താഴേക്കൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട്, കായപിടുത്തം വന്നിട്ടുള്ള അടിപൊളി. അതേപോലത്തെ ഇനി ഇങ്ങനെ പോകുന്ന ഇഷ്ടം ഈ കാണുന്നത് കംപ്ലീറ്റ് അതാണ്. ഇത് രണ്ടും നമ്മുടെ അടുത്ത് പിന്നെ എന്ത് പ്ലാന്റ് ഹുസൈനെ ഇതൊന്നും എടുത്ത് പറയിട്ടാ. ഹുസൈനെ പൊട്ട നമ്മളെ അടുത്ത് എന്ത് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും അത് ബൾക്കായിട്ടുണ്ടാവും. 100 കണക്കിന് ഇപ്പൊ ഇതും അവൈലബിൾ ആണ്. അത് ഇങ്ങനെ കൊണ്ട് പോകുന്നു. ഈ ചെടിയൊക്കെ നോക്ക്, ഇതിലൊക്കെ എല്ലാത്തിലും അതിനകത്ത് കായ വലിയ, നേരത്തെ അവിടെ കാണിച്ച പോലെ വലിയ കായായിട്ടുണ്ട്. ഇവിടെ കൊലകൊലയായിട്ട് പിടിച്ചിട്ടുണ്ട്, അത് കായ പിടിച്ചതാണ്. അതേമാതിരി ഇപ്പുറത്ത് ഫ്ലവർ വരുന്നത്. ഇതിപ്പോ ഒരു എത്ര വട്ടം ഉണ്ടാവും? ഇത് അതിലും കൂടുതലുണ്ടാവും. ഇതൊരു 10 അങ്ങോട്ടും ഇങ്ങോട്ടും 10 അടി വീതി. ശരിക്കും നല്ല പരന്നെടുക്കുന്നുണ്ട്. നല്ല പരന്ന്, അത്രയും പരന്ന്. ഇനി ഇതിൽ നോക്കാം, ഇത് പറഞ്ഞിട്ടില്ലേ നോക്കാം. ഇതിലെന്താ ഫ്ലവർ ഇല്ലേ? അതിൽ കായ നോക്കാം, വലിയ കായും ചെറിയ ഫ്ലവറും. ഫ്ലവർ പോണ്ട നന്നായിട്ട് ചടന്ന് ഫ്ലവർ. അപ്പോൾ ഇതാണ് ഇതിൽ പുറത്തത് ഒരു കൊലയായിട്ടാണ് നിൽക്കുന്നത്, മൂത്തത്. പിന്നെ അതാ ഫ്ലവർ ഇനി നോക്കാം, ഒന്ന് കാണിച്ചതിലുള്ള ഫ്ലവർ. ഇതൊക്കെ എത്ര വലിപ്പമുണ്ട് ഇതല്ല ഇത്. അതുപോലെ തന്നെ ഇനി ഹൈറ്റുള്ള ചെടി വേണ്ട, ഇതാ ഹൈറ്റ് നോക്കാം. ഇതിന്റെ മുകളിൽ നോക്കാം, ഫ്ലവർ ഇല്ലേ നോക്കാം. ഇതല്ല, ഈ കമ്പടക്ക ഇതിന്റെ ഉണ്ടോ? ഇത് ഇവിടെ വന്നിട്ട് എടുത്താലേ കാണുള്ളൂ, അവിടെ എത്തിയിട്ടുണ്ട് കമ്പ്. അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ലേ? അതിന്റെ വണ്ണം മൂപ്പും ഒക്കെ ഇതാണ്. വലിയൊരു മരം. ഇതാണ് ഇത്ര പോന്ന. ഇനി പുറത്തുള്ളതോ ഇത് വലിപ്പത്തിൽ വലിയ വ്യത്യാസം ഉണ്ടോ? ഇത് അതിന് അപ്പൊ ഇതിന് ഇത്രയും മൂത്ത് 5 വർഷമായ ചെടികളാണ്. ഇതിനെ നമ്മളിപ്പോ കൊടുക്കുന്ന ഒരു ഓഫറിൽ 30 കവറിൽ 4500. 4500 ഇഷ്ടം പോലെ. അതായത് ഇപ്പോൾ വരുന്ന ഒരാൾക്ക് മിനിമം ഒരു 100 ചെടിയിൽ നിന്ന് സെലക്ട് ചെയ്യാം. മിനിമം ഒരു 100 ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തുണ്ടാവും. അതിൽ കൊല നോക്കാം, ഇപ്പുറത്ത് വന്ന് നോക്കാം. അതിന്റെ കൈമുള്ള ഒരു കൊല നിറഞ്ഞു നിൽക്കുന്നു, അടിപൊളി. ഇത് കണ്ടോ, അതുപോലെ കായ പിടിക്കുന്നു, നിറയെ കാഴ്ച. എന്ത് ഭംഗിന്റെ കാണാനിത്, ഇഷ്ടം പോലെയാണ്, ഒരുപാടുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് വന്നൊക്കെ ഇതൊക്കെ തന്നെ ഈ ഇരിക്കുന്നതും അതിന്റെ മുകളിലുള്ളത് ഇഷ്ടം പോലെ. ഇതൊക്കെ സെയിം റേറ്റ് തന്നെ. ഇങ്ങനെ ഇപ്പൊ നമ്മളെ മദർ പ്ലാന്റ് ആണ്, ഇത് കാഴ്ച നിൽക്കുന്നുണ്ടോ? അതെ, ഇതിന്റെ ക്വാളിറ്റിയാണ് നമ്മൾക്ക് അവിടെ ആ മരത്തിലൊക്കെ കാണിക്കുന്നത്. ഇത് ഏതാ ഈ വെറൈറ്റി? ഇത് നമ്മളെ ഹോം ഗ്രോൺ ഇറക്കിയതാണ് ഇവിടെ. ഇതിന്റെ ലീഫൊക്കെ ഒന്ന് നോക്കുക, നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ലീഫ്. പിന്നെ ഇത് ഒന്ന് പറഞ്ഞാൽ ഇത് നീ പറഞ്ഞു വെച്ചാൽ അതുകൊണ്ടാണ് പറയുന്നത്. നോക്കാം എത്രയാ നമ്മളൊരു സ്റ്റോക്ക്, കണ്ടമാനം സ്റ്റോക്കാണ്. നല്ല ബുഷിയാണ് ഇത്, കണ്ടോ? നല്ല ബുഷായിട്ട് നല്ല ഒരു ഭംഗിയാണ് ഇതിന്. ഇത് ഹോം ഗ്രോൺ ആണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത്. 10 മുട്ടം എന്നാണ് ഇതിന്റെ പേര്. ഒരു നാടൻ വെറൈറ്റി ആണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. തിരുവനന്തപുരത്തൊക്കെ നാടൻ വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഏതാണ്ട് ഒരു റെഡ് കളറിലൊക്കെയാണ്, ഒരു റെഡിഷ് ആയിട്ടാണ് ഇതിന്റെ പിന്നെ പഴം വരുന്നത് എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. അത്രേ എനിക്കും അതിനെക്കുറിച്ച് അറിയുള്ളൂ. പക്ഷേ ഈ ചെടി നമ്മൾ ഹോം ഗ്രൗണ്ടിൽ നിന്ന് നേരത്തെ വാങ്ങിച്ചു വെച്ചതാണ്, കുറേ നേരത്തെ വാങ്ങിച്ചു വെച്ചതാണ്. ഇപ്പോൾ അതിൻ്റെ ടാഗും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ കവറ് മാറാൻ വേണ്ടിയിട്ട് മാറിയിട്ട് വെച്ചതാണ്. കവറ് മാറലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 2 വർഷം ആയിട്ടുണ്ടാവും നമ്മളിത് വാങ്ങിച്ചിട്ട്. 2 വർഷം ചെറിയ തെയ്യായിട്ട് ചെറിയ കവറിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് കവറൊക്കെ മാറി വെച്ചതാണ്. ഇപ്പൊ നല്ല മുഴുത്ത ചെടിയാണ്. ഇനി എന്താണെങ്കിലും ഒരു 1-2 വർഷത്തിന്റെ ഉള്ളിൽ കായ്ക്കാൻ പാകത്തിനാണ് ഇത് നിൽക്കുന്നത്. 18 കവറിനകത്താണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഹൈറ്റ് ഒന്ന് തൈന്റെ വലിപ്പം ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ നല്ല ഹൈറ്റ് ഉള്ള മരം തന്നെയാണിത്. ഇതിപ്പോ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 500 രൂപക്കാണ്. അതിപ്പോ നമുക്ക് ഒരു ഓഫർ ആയിട്ട് വേണമെങ്കിൽ ഒരു 400 രൂപക്ക് നിനക്ക് നമ്മൾ ചെയ്തു തരാം. ആ ഒരു വീഡിയോ ഓഫർ ആയിട്ട് ഒരു 1 മന്ത് ഒരു വീഡിയോക്ക് നമ്മൾ സാധാരണ നിങ്ങൾക്ക് ഓഫർ തരല് ഒരു മാസമാണ്. ആ ഒരു മാസത്തെ ഒരു ഓഫർ തരാം.
ഇനി നമ്മൾ കാണിക്കുന്നത് വിയറ്റ്നാം സൂപ്പർ ലെവലിയാണ്. വിയറ്റ്നാം സൂപ്പർ ലെവലി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അടിപൊളി ചക്ക തന്നെയാണ്. ഒരു വർഷം കൊണ്ടൊക്കെ ചെറിയ തൈ കൊണ്ടുവച്ചാൽ തന്നെ കായ്ക്കുന്ന അടിപൊളി പ്ലാന്റ് തന്നെയാണ്. ഈ ഭാഗത്ത് ഇതിന്റെ ഒരുപാട് പീസ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്, ഇവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ. കടവണ്ണൊക്കെ ഇവിടെ ഹുസൈൻ അവിടെ ഇഷ്ടം പോലെ പോയൊക്കെ നല്ല തൈകൾ തന്നെ കേട്ടോ കാണുന്നതൊക്കെ. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. മേലൊക്കെ കണ്ടോ ബുഷായിട്ടുള്ള അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഇത്. വിയറ്റ്നാം നമുക്ക് എത്ര രൂപ കൊടുക്കാം? വിയറ്റ്നാം ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒരു 150 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. അതിൽ 250 ഉണ്ട്, 500 ഉണ്ട്. ഇപ്പൊ നീ കാണിക്കുന്നത് 500ന്റെ ചെടികളാണ്. ഈ കാണിക്കുന്നതൊക്കെ ഇപ്പൊ ഈ കാണിക്കുന്നത് 500ന്റെ ചെടിയാണ്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള തൈയാണ്, നല്ല മുഴുത്ത തൈകളാണ്. അതായത് ഇതൊക്കെ ഈ ഒരു 2-3 മാസം കൊണ്ട് ഇതൊക്കെ ചക്ക പൊടിഞ്ഞിരുന്നതാണ് കേട്ടോ. ഇതിലൊക്കെ ചക്ക ഉണ്ടായിരുന്നു. അല്ല ഇനി ഇത് കൂടുതൽ താമസം ഉണ്ടാവില്ല ചക്ക ഉണ്ടാവാൻ. അത് ചെറിയ നമ്മള് ചെറുതായതുകൊണ്ട് പൊട്ടിച്ച് കളഞ്ഞാണ്. വളരെ ചെറുതല്ലേ ഇതില്ലായിരുന്നു. അപ്പൊ കവർ മാറിയൊക്കെ വെച്ച് നല്ല അടിപൊളി പ്ലാന്റ് തന്നെ കേട്ടോ. നോക്കൂ, കടവണ്ണൊക്കെ ഉണ്ടോ? അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെ. 500 രൂപക്കൊക്കെ ഇത് മുതൽ തന്നെയാണ് എന്റെ ഒരു അഭിപ്രായത്തില്. ഇതിന്റെ ചെറിയ തൈകൾ ഇവിടെ ഉള്ളത്. ചെറിയ തൈകൾ എത്ര രൂപ എന്ന് പറഞ്ഞു? 150 രൂപ തൈ. 150 രൂപക്ക് അടിപൊളി പ്ലാന്റ് കേട്ടോ. അതും ബഡാണ്, ബഡ് തൈകളാണ് കാണുന്നതൊക്കെ. ഇത് തേൻവരിക്ക പ്ലാവ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാവ് തന്നെയാണ് ഈ കാണുന്നത്. ഇവിടേക്കൊക്കെ നല്ല വലുപ്പമുള്ള സൈസുകളൊക്കെ ഉണ്ട്. ബാക്കിലൊക്കെ അണ്ടായിട്ടുള്ളതുണ്ട്. ഇതാ ഇത് നല്ല ഹൈറ്റുള്ള സാധനം തന്നെയാണ്. അതിന്റെ കടവണ്ണും സൂപ്പർ തന്നെയാണ്. നല്ല ലീഫാട്ടോ, നല്ല തെളിച്ചുള്ള ലീഫ് തന്നെയാണ് കാണുന്നതൊക്കെ. 18 കവറിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 18 കവറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സൂപ്പർ തൈകൾ തന്നെയാണ്. ഇതിന് ടൈം എടുക്കും ഇത് റിസൾട്ട് വരാൻ? ഇത് ഇനി ഒരു 2 വർഷമൊക്കെ ഉണ്ടാവും. 2 വർഷം, ഏതാണ്ട് 2 വർഷം ആയ തൈയല്ലേ. തേൻവരിക്ക സൂപ്പർ കേട്ടോ, എല്ലാവർക്കും അറിയുന്ന തന്നെയാണല്ലോ തേൻവരിക്ക. നമുക്ക് ഒരു ഓഫർ ആയിട്ട് കൊടുത്തൂടെ? അത് ഞങ്ങൾ 500-ന് വിറ്റുകൊണ്ടിരിക്കുന്നതിന് നമുക്ക് 400 രൂപ കൊടുക്കാം. 400 രൂപ കൊടുക്കാം. ഇത്രയും വലിയ പ്ലാന്റ് ആട്ടോ. കൊടുക്കൂ, പ്ലാൻ കണ്ടില്ല, ഇത് വലുപ്പം കണ്ടില്ലേ? നല്ല പ്ലാന്റ് തന്നെയാണ്, വലിയ കവറിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. 400 രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇത് പ്ലാവില് ഗമ്മലസ് ആട്ടോ എന്നറിയപ്പെടുന്ന ഒരു പ്ലാവാണിത്. അത്യാവശ്യം വലുപ്പമുള്ള പ്ലാവുകളാണ് ഈ കാണുന്നതൊക്കെ. അടിവണ്ണതൊക്കെ നോക്കുകയാണെങ്കിൽ സൂപ്പർ തന്നെ. ഇത് ഹോം ഗ്രോണിന്റെ കമ്പനി സാധനം കേട്ടോ. ഇത് അത്യാവശ്യം വലുപ്പമുണ്ട്. ആ ബൈനേക്കാളും വലുപ്പമുള്ള പ്ലാവിന്റെ പ്ലാന്റുകളായി കാണുന്നതൊക്കെ. ഇതൊക്കെ നമുക്ക് ഇവിടെ ഒരു ഓഫർ റേറ്റിൽ തന്നെ കൊടുക്കുന്നത്. എത്ര രൂപ കൊടുക്കുന്നത്? ഇത് ഹോം ഗ്രോണിന്റെ ആണ്. ഇപ്പൊ 750 രൂപക്ക് വിൽക്കേണ്ടത് നമുക്ക് ഒരു 500 രൂപക്ക് കൊടുക്കാം. പിന്നെ നമ്മളെ പ്ലാന്റുകളുണ്ട് ഇതിൽ ഒരു 300 രൂപക്കൊക്കെ. ഇതിന്റെ ഏതാണ്ട് വലുപ്പമുള്ളതൊക്കെ നമുക്കൊരു 300 രൂപക്ക് കൊടുക്കാൻ പറ്റിയ തൈകൾ. നമ്മളെ സ്വന്തം പ്രോഡക്റ്റ്. ഓക്കെ, അത് 300 രൂപ കൊടുക്കാം. 300 രൂപക്ക്. പിന്നെ അത് ഒരുപാട് സ്റ്റോക്ക് ഇല്ലേ? അത് 200 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. 200 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്ലാന്റുകൾ ഒരുപാടില്ലേ? ഇനി നമ്മൾ നമ്മുടെ ഈ ഫാമിൽ കാഴ്ചിട്ടുള്ള മാങ്ങകളൊക്കെ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അതിന്റെ ടേസ്റ്റ് ഇവിടെ പറയാം. മിയാസക്കിന്റെ പോലെ കളറ് മാറി. ഇതിന്റെ കളർ കണ്ട നേരത്തെ കളർ ബ്രൗൺ അല്ലായിരുന്നോ? അതെ, ആകർഷകമായ കളർക്ക് വന്നില്ലേ. ഇത് നോക്കി എത്ര കിലോ വെയിറ്റ് വന്നത്? ഇത് നമുക്ക് 1 കിലോ 160 ഗ്രാം. അതിന്റെ ഇതുണ്ട്, വിഷ്വലുണ്ട്, ഞാനൊക്കെ തരുന്നുണ്ട്. നേരത്തെ വരുമ്പോ എന്താ വെയിറ്റ്? ഇത് 1 കിലോ 160 ഗ്രാം ഇത് ഉണ്ടാവും. അത് കാരണം വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. അത് നമുക്ക് ഇത് കാണിക്കണം. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യാം. അതിനാണ് ഇപ്പൊ ഞാൻ നിന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞാണ് ഇത് കട്ട് ചെയ്യുമ്പോ നമുക്കൊന്ന് അറിയണം ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞായിരുന്നു. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു ഇതില് നോക്കാം. നമുക്ക് ഇതിന്റെ ടേസ്റ്റും കൂടി അറിയണ്ടല്ലോ. ഇതിന്റെ ശരിക്കുള്ള റിസൾട്ട് നമുക്ക് പുറത്തേക്ക് പറയണം. ഒരു കേടൊന്നും ഇല്ലല്ലോ അതിനല്ലേ? അടിപൊളി സാധനം തന്നെയാണ്. കമ്പ് കണ്ടോ? ശരിക്കും നല്ല ഒരു ഇഞ്ചിലേറെ തോല് വളരെ കുറവാല്ലേ? കട്ടി കുറവാ. സീഡ് ഇത് ഞെട്ടിക്ക് ഷാർപ്പായിട്ട് സീഡ് ഇതൊക്കെ ഇങ്ങനെയുള്ള ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. കിങ് ഓഫ് ചക്കപ്പത്ത് ഞാൻ എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ ചെറിയൊരു പീസേ നമ്മൾ അതിൽ നിന്ന് കൊടുത്തിട്ടുള്ളൂ. ഞാൻ അടിപൊളി ഒന്നും സൂപ്പർ സാധനം. നല്ല ഇത് നമ്മുടെ ഏതുമായിട്ട് ടേസ്റ്റ് സാമ്യമുണ്ട്. നീലന്റെ ടേസ്റ്റില് സാമ്യമുണ്ട്. ഒരു ഫ്ലേവർ നീലൻ ഫ്ലേവറിൽ ടേസ്റ്റ് ഉണ്ട്. ഒന്നുകൂടെ അടിച്ചു നോക്കാൻ എനിക്ക് ഒന്നും കൂടെ കിട്ടും. നമ്മളെ നാടൻ മാങ്ങ ഇപ്പൊ മല്ലികയൊക്കെ ആയിട്ട് ഒരു ചെറിയ സാമ്യം ഉണ്ട് ഇതിന് കേട്ടോ. ജ്യൂസി അല്ലേ? നാരില്ല. ഇത് ക്യൂബ് കണ്ടാൽ തന്നെ അറിയില്ല. അടിപൊളി തന്നെ, നല്ല ജ്യൂസിയാണ്. കട്ട അളിഞ്ഞു പോകുന്നതല്ലോ. ശരിക്കും കിട്ടുന്നുണ്ട്. അതാണ് നല്ല നല്ല പഴുപ്പായിട്ടുണ്ട്. നല്ലതാണ്.
കഴിച്ചോ 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 എത്ര കിട്ടിയാലും കഴിക്കും, അത് വേറെ കാര്യം. അതിന്റെ ചെറിയ തൈകളും നമ്മൾ പ്രൊഡക്ഷനിലുണ്ട്, ബെഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. സമയമാകുമ്പോൾ മഴയൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടാവും, റെഡി ആവുമായിരിക്കും. എന്തായാലും ഇതൊക്കെ നമ്മൾ ഒരു വീട്ടുമുറ്റത്ത് കൊണ്ടാക്കാൻ പറ്റാവുന്ന എന്താ ടേസ്റ്റ്, നല്ല ടേസ്റ്റിലാണ്. പല മാവുന്തൈകളും പല ആൾക്കാരും കൊണ്ടുവച്ചിട്ടുണ്ടാവും മാവിൽ നിന്ന് പോണത്. പക്ഷെ നമ്മളെ മിയാസാക്കിനൊക്കെ അപേക്ഷിച്ച് തൊലിക്ക് അതിലെ കൂടുതൽ കട്ടിയുണ്ട് അല്ലെ. മിയാസിനെക്കായിന് തൊലി അത് ഇനി പഴുപ്പ് ശരിക്കും ആവേണ്ടെന്ന് അറിയില്ല. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ മാങ്ങയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. തൊലി കമ്മി തന്നെയാണ് കേട്ടോ, തൊലി കമ്മിയാണ്. പക്ഷെ എന്താ വെച്ചാൽ നമുക്കിപ്പം നിലവിലെ അനുഭവത്തിൽ കാണുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. കാരണം ഇത് മാങ്ങ മോശമായി അയാൾ അങ്ങനെ പറഞ്ഞു, അത് മോശമാണ്, അവര് നമ്മളെ പറ്റിച്ചാണെന്ന് ഒരാളും പറയാൻ പറ്റില്ല. അത് 100% നമ്മൾ ഗ്യാരണ്ടിയാണ് പറയുക. അങ്ങനെ ഉണ്ടെങ്കിൽ അഭിപ്രായം കാഴ്ചയിൽ നമുക്ക് പറയാം, തിരിച്ച് നമ്മളോട് പറയാനുള്ള അവസരം തരികയാണ്. കാരണം അത്രയും ഗ്യാരണ്ടിയാണ്. നമ്മളിപ്പോൾ ഈ റിവ്യൂ ചെയ്ത മാങ്ങകളൊന്നും മോശമാണ് ഒരാൾക്കും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മുടെ മിയാസാക്കിൻ്റെ മാങ്ങ ഞാൻ കുറച്ച് നേരത്തെ അറുത്ത് വെച്ചാണ്, ഏതാണ്ട് ഒരു 15 ദിവസത്തിലേറെ കഴി ഞാൻ ഒരു വൈക്ക് പോയിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാൻ വിചാരിച്ച് വെച്ചത്. പക്ഷേ കളറൊക്കെ ഒന്ന് ഫെയ്ഡായി. കളറൊക്കെ ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചതായിരുന്നു. നമുക്ക് ഇതിൻ്റെ ഒരു പീസ് ഒന്ന് കഴിച്ചു നോക്കാം. ഇനിയിപ്പോൾ അത് ഉള്ളിൽ വല്ല ഡാമേജും വന്നിട്ടുണ്ടോ അല്ലേ. ഒരു 15 ദിവസത്തിൻ്റെ മുകളിൽ എന്തായാലും ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൽ ഇരുന്നതാണ് കേട്ടോ. ഓക്കെ, റെഡ് കളർ. പിന്നെ ഇതിൻ്റെ എന്തൊക്കെ ഏതാണ്ട് പൊളിച്ചപ്പം ഇതാണ്, അണ്ടിയില്ല, സീഡില്ല, ഇതിൻ്റെ കളർ ഉണ്ട് നല്ല റെഡീഷ് ഉണ്ട്. സീഡ് വളരെ ചെറുതാണ്. അതായത് ഇപ്പൊ ഈ പൂളും ഈ അണ്ടിയോട് കൂടെ ഉള്ള പീസും തമ്മിൽ നോക്കാം, അങ്ങനെയാണ് കാണിക്കുന്നത്. അണ്ടി ഉണ്ടോ സീഡ് ഉണ്ടോ ഇല്ലേ എന്നുള്ള ഡൗട്ടിലാണ് നിൽക്കുന്നത് രണ്ട്. അത്രയും നല്ല ഗുണകരമായ ഒരു മാങ്ങ. അങ്ങനെ കട്ട് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഒരു നീര് വെള്ളച്ചാടി അത്രയും ജ്യൂസിയാണ്. എന്നാൽ അളിഞ്ഞു പോകുന്നതല്ല. മാങ്ങ ശരിക്കും നമുക്ക് ടെമ്പറായിട്ട് തന്നെ നിൽക്കുന്ന കാമ്പ്, ചളിപിളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന 15 ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നതാണ്. ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് ഇതുണ്ടോ ഇങ്ങനെ കറ ഇങ്ങനെ കറക്കാൻ തുടങ്ങി. അതായത് ഇങ്ങനെ ഡാമേജ് വരുന്ന ഫ്രിഡ്ജിൽ ഇരുന്ന് വന്നതാണ്. എന്നിട്ടും ഇതിനകത്ത് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ മിയാസാക്കി എന്താ അടിപൊളി പറഞ്ഞ എന്താ ഭംഗിയൊക്കെ. 15 ദിവസം ഇരുന്ന് ഫ്രിഡ്ജിൽ ഇരുന്ന സാധനം. ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു കൂടെ ഒക്കെ ആയിരുന്നു. അപ്പൊ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചതാണ്. വെള്ളം വരുന്നുണ്ട്, ഇത് വെള്ളം വരും. അല്ല ഞാൻ റിസൾട്ട് പറയാനൊന്നുമില്ല. തണുപ്പുണ്ടല്ലോ അല്ലേ, തണുപ്പുണ്ട്. ഫ്രിഡ്ജിൽ എടുത്തതുകൊണ്ട് അതിന്റെ തണുപ്പുണ്ടാവും. ശിച്ചു വന്ന പീസ് എടുത്തോ, അടിച്ചോ. ഏതായാലും ഓനിപ്പോ ഇങ്ങനെ ഞൊടിഞ്ഞോണ്ട് കൈ സൂപ്പർ അല്ലേ, നല്ല മരം കേട്ടോ. എനിക്ക് ഡോക്യുമെന്റൊക്കെ കടത്തി വെട്ടുന്ന ഇതായിട്ട് ഈ രണ്ടോ തോന്നുന്നു കേട്ടോ. അതെ, രണ്ടും ഏകദേശം നല്ല മധുരം, കട്ട മധുരം, ഓപ്പ് മധുരം, അടിപൊളി തന്നെ. ഇതിപ്പോൾ കാലാപ്പാടിൻ്റെ ചെറിയൊരു മാങ്ങ നമുക്ക് കവറിൽ കാഴ്ചതാണ്. നമുക്കിവിടെ നിലത്ത് നമ്മൾ വെച്ചിട്ടില്ല, പക്ഷെ കവറിൽ കാഴ്ചത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ചെറുപ്പാണ് മാങ്ങ. പക്ഷേ കാലാപ്പാടി ഇതിൻ്റെ ഒരുപാട് വലുപ്പമൊന്നും ഇല്ലെങ്കിലും ഈ കാണുന്ന മാങ്ങൻ്റെ ഒരു ഏതാണ്ട് ഡബിളൊക്കെ ഉള്ള മാങ്ങ നമ്മളെ മാവ് പുറത്ത് നമുക്ക് മുറ്റത്തൊരു മാവുണ്ട്, അതിനകത്ത് വീട്ടിൽ അതിനകത്തുണ്ട്. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് അതിൽ നിന്ന് കിട്ടിയതല്ല, ഇത് നമ്മളൊരു കവറിൽ കിട്ടിയതാണ്. ഇങ്ങനെ കവറിൽ കാഴ്ച നിൽക്കുന്നത് നമ്മളതൊരു ഇഷ്ടം പോലെ ഉണ്ട്, അവൈലബിൾ ആണ്. ഇത് ഈ പിടിച്ചല്ലോ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ആ കവറിലാകുമ്പോൾ ചെറിയ കവറിലല്ല നിൽക്കുന്നത്, 18 നിൽക്കുന്നത്. അതിൽ കാഴ്ച ഒന്നിലധികം കായ്ക്കുമ്പോൾ ഒരേ കൊലയിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ചെറുതായത്. പക്ഷെ മൂപ്പെത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ടേസ്റ്റ് നോക്കാൻ ഇത് മതിയല്ലോ. പിന്നെ ഒത്തിരി ആളുകൾ ഇത് ടേസ്റ്റ് നോക്കിയതാണ്. പക്ഷെ എന്തായാലും നിന്റെ പ്രേക്ഷകരോട് നീ ഒന്ന് പറ. ഇതൊന്നിന് നല്ല കളറാണ് ഉള്ളിട്ടോ. നോക്കത് മാങ്ങ നല്ല കളറുണ്ട് അല്ലേ. മാങ്ങൊന്നും മോശം പറയാനൊന്നുമില്ല. അത് കാലാപ്പാടി ഒന്ന് കഴിച്ചു നോക്കാം. കാലാപ്പാടി ടേസ്റ്റില് മോശമുള്ള മാങ്ങയില്ല, നല്ല ടേസ്റ്റുള്ള മാങ്ങ. എങ്ങനെയുണ്ട് കാലാപ്പാടി? അത് ഓം കഴിച്ചത് മിയാസാക്കി കഴിച്ചത്. കാലാപ്പാടി കഴിച്ചില്ലേ? മിയാസാക്കി. കാലാപ്പാടി ലക്ഷം കൊടുക്കി. കാലാപ്പാടി നമുക്ക് അറിയണല്ലേ, വീട്ടിൽ തന്നെ ഉള്ളതാണ്. മിയാസാക്കിയും കഴിച്ചു, കാലാപ്പാടിയും കഴിച്ചു. രണ്ടും എങ്ങനെയാണ്? സൂപ്പർ അല്ലേ? പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, ഇത് കണ്ടിട്ടുണ്ടോ? കിങ് ഓഫ് ചക്കാപ്പാത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലേ? അത് എങ്ങനെയുണ്ട്? സൂപ്പറാണ്. അതിന്റെ ചെറിയ മാങ്ങ ഉണ്ടായിരുന്നു.